ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മളിങ്ങനെ നേരിട്ട് ഇരുന്ന് ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നേരെ നമ്മുടെ വ്ളോഗിലേക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വാലന്റൈൻസ് ഡേ, നാളെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് വന്നത് കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രണയദിനം എന്നറിയപ്പെടുന്ന ഈ ബിഗ് ഡേ അല്ലേ, ബിഗ് ഡേ എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് സ്നേഹം, മനുഷ്യൻ്റെ മനസ്സിലുള്ള ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹം എന്ന ആ ഒരു ഫീലിംഗ്, അത് നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ അല്ലേ. ഇന്ന് സ്നേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ. നമ്മൾ അതിലേക്കൊക്കെ പോയാൽ അത് മറ്റൊരു വ്ളോഗായി മാറും. അപ്പോൾ നമുക്കിവിടെ സ്നേഹത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. അപ്പോൾ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 7 തുടങ്ങുന്ന വാലന്റൈൻസ് ഡേ അവസാനിക്കുന്നത് ഫെബ്രുവരി 14 തീരുന്നത്. അങ്ങനെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് വാലന്റൈൻസ് ഡേ ആയി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേയെക്കുറിച്ച് പറയുമ്പോൾ അതിലേതൊക്കെ ഡേ ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലേ. റോസ് ഡേ, പ്രപ്പോസൽ ഡേ, ഹഗ് ഡേ, കിസ് ഡേ, അതുപോലെ ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, പിന്നെ വാലന്റൈൻസ് ഡേ. അങ്ങനെയാണ് 7 ഡേയ്സ് ഉള്ളത്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കിതിൻ്റെ പിറകിലുള്ള ഒരു ചെറിയ ചരിത്രം പറയുകയാണ് കേട്ടോ. അതായത് ക്ലോഡിയസ് എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു രാജാവ്, ഭരണാധികാരി കൂടിയായിരുന്നു. റോമിൻ്റെ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് ഭരിച്ചിരുന്ന ഭരണകാലത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തൻ്റെ പട്ടാളത്തിലുള്ള ആൾക്കാരും വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. അതായത് പട്ടാളക്കാർ വിവാഹിതരായാൽ അവർ എന്തായിരിക്കും, അവരുടെ കുടുംബത്തിനോടായിരിക്കും അവർക്ക് കൂടുതൽ എപ്പോഴും മമതയും സ്നേഹമൊക്കെ കൂടുതൽ ഉണ്ടായിരിക്കുക എന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ കടന്നുകൂടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വിവാഹമേ പുരുഷന്മാർ കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബിഷപ്പായിരുന്നു, തെർണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ബിഷപ്പായിരുന്നു ആര്, നമ്മുടെ വാലന്റൈൻ എന്ന് പറയുന്നത്. അദ്ദേഹം രഹസ്യമായി, രാജാവ് അറിയാതെ അദ്ദേഹത്തെ സമീപിക്കുന്ന പല സ്നേഹിക്കുന്ന ആൾക്കാരെയും ഒന്നിപ്പിച്ച് വിവാഹം കഴിക്കാൻ സഹായിച്ചിരുന്നു. ഇതറിഞ്ഞ മഹാരാജാവ് എന്ത് ചെയ്തു, ചക്രവർത്തി എന്ത് ചെയ്തു, വാലന്റൈനെ ജയിലിൽ അടയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തല വെട്ടാനുള്ള, അതായത് ശിരസ് ഛേദം ചെയ്യാനുള്ള അതായത് വിളംബരം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജയിലറിൻ്റെ മകൾ അന്ധയായിട്ടുള്ള തൻ്റെ മകൾ ഒരുപക്ഷെ ഇത്രയും സ്നേഹസമ്പന്നനായ ഈ വാലന്റൈൻ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മകളെ സ്നേഹത്തോടെ പരിചരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കാഴ്ചശക്തി വീണ്ടും കിട്ടും എന്ന് ജയിലറിന് തോന്നി. ജയിലറിൻ്റെ മകളെ ഈ വാലന്റൈന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹപരമായ സമീപനം ആ പെൺകുട്ടിക്ക് കാഴ്ച തിരിച്ചു നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വധിക്കാനായി അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ഫ്രം യുവർ വാലന്റൈൻ എന്നായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ഫ്രം യുവർ വാലന്റൈൻ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ആളിൽ നിന്നുള്ള ഒരു കുറിപ്പ് എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് ആ കുറിപ്പുണ്ടായിരുന്നത്. അപ്പോൾ മരിക്കാൻ പോകുമ്പോഴും അദ്ദേഹം പങ്കുവച്ചത് സ്നേഹം മാത്രമായിരുന്നു അല്ലേ. ഇപ്പോൾ ഓരോരുത്തർ സ്നേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ. സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വികാരമാണ്. അപ്പോൾ ഫ്രം യുവർ വാലന്റൈൻ എന്ന് എഴുതി വെച്ചിരുന്ന ആ കുറിപ്പ് ഈ പെൺകുട്ടിക്ക് വേണ്ടി എഴുതി വെച്ചതാണെന്ന് പറയുന്നു. അതുപോലെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, റോമിൻ്റെ പുരാണം പരിശോധിച്ചാൽ സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ദേവനായ വീനസിൻ്റെ മകൻ ക്യൂപ്പിഡ് എന്ന് പറയുന്നതാണ് സ്നേഹത്തിൻ്റെ ചിഹ്നമായി, അദ്ദേഹത്തിൻ്റെ ചിഹ്നം ആയ അമ്പും വില്ലുമാണ് സ്നേഹത്തിൻ്റെ ചിഹ്നമായി, അതായത് വാലന്റൈൻസ് ഡേയുടെ ചിഹ്നമായി എല്ലായിടത്തും കൊണ്ടാടപ്പെടുന്നത് അല്ലേ. നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ വന്നിട്ടൊരു ആരോ കൊടുത്തിരിക്കുന്ന, അമ്പും വില്ലും കൊടുത്തിരിക്കുന്നത് പോലെ. അപ്പോൾ ഇതാണ് റോമിൻ്റെ ഒരു പുരാണ കഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കവിതയിൽ പറയുന്നു, അതായത് 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട
വിശ്വവിഖ്യാതനായ കവിയായ ചോസറിൻ്റെ കവിതയിൽ വസന്തകാലത്തിൻ്റെ വരവിൽ, അതായത് വസന്തകാലം, അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഓഫ് ഫോൾസ് എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം വസന്തകാലത്തിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയും ഈ വസന്തകാലത്തിൽ ഒരു കൂട്ടം ഇണ പക്ഷികൾ, അതായത് സ്നേഹിക്കുന്ന ജോഡികളായിട്ടുള്ള ഇണ പക്ഷികൾ ഈ വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഈ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി മാസത്തിൽ വന്നു എന്നും അവർ അവിടെ സ്നേഹം പങ്കുവച്ചു എന്നും പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് വായിച്ചു നോക്കുമ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ സ്നേഹം കൈമാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഒരിക്കലും ഒരു ഫിസിക്കൽ രീതിയിലുള്ള സ്നേഹം മാത്രമല്ല, മാനസികമായ ഒരു സ്നേഹം. അതായത് ഒന്നിനെയും നമ്മളിലേക്ക് പിടിച്ചു വെച്ച് നമുക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല, അല്ലേ? നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ സ്നേഹിക്കേണ്ടത്. ഒരുപക്ഷെ നാളെ അവർ നമ്മളെ വിട്ടുപോയാലും അവർക്ക് വേണ്ടി നല്ലത് മാത്രം ആലോചിക്കുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്യുക. അല്ലാതെ അവർക്കൊരു ദോഷം വരുന്ന രീതിയിൽ യാതൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുക എന്നതാണ്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നതാണല്ലേ. ഇപ്പോൾ രണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിഞ്ഞില്ല, രണ്ട് രീതിയിലും വരാം. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി ഒരു നല്ലത് ചിന്തിക്കുക. എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ നന്മ മാത്രം ആലോചിക്കുക, അവരെ ഒരു രീതിയിലും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് വാലന്റൈൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ള ഒരു സന്ദേശമെന്ന് പറയുന്നത്. പിന്നെ ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായ വേദനയും വിഷമവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വളരെ ശാന്തമായി നമ്മൾ ആലോചിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് ആൾക്കാർ നമ്മളെ മനഃപൂർവ്വം വേദനിപ്പിച്ച് ചതിച്ചു പോകുന്നവരും ഒക്കെ ഉണ്ടല്ലേ ജീവിതത്തിൽ. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന കൗമാരപ്രായക്കാർക്കിടയിൽ ധാരാളം തെറ്റിദ്ധാരണകളും ധാരാളം ചതികളും ഒക്കെ നമുക്ക് സ്നേഹത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ വാലന്റൈൻസ് ഡേ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു സ്നേഹം പങ്കുവയ്ക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റായ രീതിയിലുള്ള സ്നേഹത്തിൻ്റെ വഴികളെല്ലാം രക്ഷകർത്താക്കളും അതുപോലെ തന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സും കൗമാര പ്രായക്കാർക്കിടയിൽ ഉണ്ടാകുന്ന വളരെ ചഞ്ചലമായ ചിന്തകൾക്കെല്ലാം വേണ്ട രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. വീണ്ടും കാണാം അടുത്ത വ്ളോഗിലൂടെ. എല്ലാ ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഫ്രണ്ട്സിനും ഞാൻ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.